സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിൽ കോൺഗ്രസിൻ്റെ നിലപാട് എന്ത് എന്ന ചോദ്യമാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഇപ്പോഴും ഞെട്ടലോടെ ഉയരുന്നത്. കൊടും പീഡനക്കേസിൽ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി നടപടി സ്വീകരിച്ചു എന്ന് വലിയ രീതിയിൽ വീരവാദം മുഴക്കുകയാണ് കോൺഗ്രസ്. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയിട്ടും നിയമ നടപടികളിൽ നിന്ന് ഒളിച്ചോടി നടക്കുന്ന പ്രതിയെ അറസ്റ്റിൽ നിന്ന് സംരക്ഷിക്കാൻ കോൺഗ്രസിൻ്റെ ഒരു വിഭാഗം അരയും തലയും മുറുക്കി ശ്രമിക്കുന്നു എന്ന ഗുരുതരമായ ആരോപണവും മുഖ്യമന്ത്രിയുടെ വാക്കുകളിൽ ഉണ്ട്. ഒരു അതിജീവിതയെ സമൂഹമധ്യത്തിൽ അപമാനിതയാക്കി പ്രോസിക്യൂഷനെ വെല്ലുവിളിച്ചുകൊണ്ട് പ്രതിക്ക് വേണ്ടി പരസ്യമായി നിലകൊള്ളാൻ ഒരു പ്രസ്ഥാനം തയ്യാറാവുന്നു എന്നത് കേരള രാഷ്ട്രീയത്തിൽ ഇതാദ്യമായിട്ടാണ്. ആരാണ് രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ ഗോഡ് ഫാദർ? KPCC നേതൃത്വം പരിശോധിക്കാം, നടപടിയെടുക്കാം എന്നൊക്കെ പറഞ്ഞിരുന്ന് അവസാനം കോടതി നടപടി പറഞ്ഞ ശേഷം അടുത്ത നിമിഷത്തിൽ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയെന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും ഈ ദിവസം വരെ, കഴിഞ്ഞ ദിവസം വരെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണച്ച് സംരക്ഷിച്ച് നിന്നവർക്ക് ഇപ്പോൾ അദ്ദേഹത്തെ പുറത്തുവിടാറായില്ലേ? KSU പോലെയുള്ള യുവ പ്രസ്ഥാനങ്ങൾ, വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ പോലും രാഹുലിന് അനുകൂലമായി എതിർ പ്രസ്ഥാനങ്ങൾ ഉയർത്തിയ പോസ്റ്ററുകൾ വലിച്ചു കീറി തങ്ങളുടെ പിന്തുണ പ്രഖ്യാപിക്കുന്ന കാഴ്ചയും മാങ്കൂട്ട സ്നേഹം കാണിക്കുന്നതുമൊക്കെ നമ്മളിന്ന് കണ്ടു. നിയമം എല്ലാവർക്കും ഒരുപോലെയാണെന്ന് പോലീസ് പറയുമ്പോഴും പ്രാദേശിക തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസ്സിന് മുന്നോട്ട് പോകാൻ ആകാത്തതിന് കാരണം സ്ത്രീ സുരക്ഷയെ തള്ളിപ്പറഞ്ഞ കോൺഗ്രസ്സിലെ ഷാഫി പക്ഷത്തിൻ്റെ ഇത്തരം യുവജന രാഷ്ട്രീയ നിലപാടുകളാണോ? കോൺഗ്രസ്സിനെ ജനം തള്ളിയോ? ആരാണ് രാഹുലിനെ ഒളിപ്പിക്കുന്നത്?